ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ഇതൊരു ലൈവ് അപ്ഡേറ്റ് വീഡിയോ ഒന്നും അല്ല, ഒരു അഭിപ്രായം പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരുപാട് നാടകീയമായ മുഹൂർത്തങ്ങൾക്ക് ശേഷമാണ് അനീഷിനെ ഷാനവാസിനെ ഫാമിലീസ് ഹൗസിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് രണ്ടുപേരും ആക്ടിവിറ്റി ഏരിയയിലാണ്, നമ്മളത് പ്രൊമോയിൽ കണ്ടതാണ്. ശരിക്കും അങ്ങനെ ഒരു ടാസ്ക് അതിന്റെ ഇടയ്ക്കൂടെ വേണ്ടായിരുന്നു എന്ന് എനിക്ക് മാത്രമാണ് തോന്നുന്നത്. പ്രേക്ഷകർക്കാർക്കെങ്കിലും തോന്നുന്നുണ്ട് കമന്റ് സെക്ഷനിൽ പറയണം കേട്ടോ. ഇമോഷൻസ് എന്ന് പറയുന്ന സാധനമാണല്ലോ ഈ ഒരു റൗണ്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ ആഴ്ച ഫുൾ നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഇമോഷണൽ ആയിട്ടുള്ള പരിപാടികളാണ്. ഈ സെന്റി എന്നൊക്കെ പറഞ്ഞ് ഞാൻ കളിയാക്കുന്നൊന്നുമില്ല, പക്ഷെ ഇവരുടെ ഈ ഒരു ഇമോഷൻസ്, സ്വന്തം ഫാമിലിയെ വിട്ടു പിരിഞ്ഞ് 10-60 ദിവസം അതിനകത്ത് കഴിഞ്ഞവരല്ലേ ഇവര്. അവരുടെ ഇമോഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സ്പ്ലെയിൻഡ് ആണ്. അതിൽ തന്നെ ഒരു രീതിയിലുള്ള വിശദീകരണത്തിന്റെ ആവശ്യമില്ല. അത്രയധികം ഇമോഷണൽ ആവും. അവർ കരയും, ചങ്ക് പൊട്ടിക്കരയും. അവരെ കാണുമ്പോൾ സന്തോഷ കണ്ണീര് വരും. ബിഗ് ബോസിനകത്ത് വെച്ച് അവരെ കാണുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇമോഷണൽ ഓവർഫ്ലോ ഉണ്ടാവും. ഇന്ന് അനീഷിന്റെ ആ ഒരു കേസിൽ കണ്ടത് അതാണ്. അനീഷ് മുട്ടുകുത്തി നിന്നാണ് വീണ് കരഞ്ഞത്. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ലെവലായിരിക്കും അതൊക്കെ. അങ്ങനെ ഉള്ളപ്പോൾ അനീഷിനെയും ഷാനവാസിനെയും അതിനകത്ത് നിർത്തിയത് മോശമായി പോയി. ഫാമിലീസ് പ്രവേശിക്കാൻ നേരത്ത് അവരെ സ്വീകരിക്കാൻ പുറത്തുണ്ടാവേണ്ടതായിരുന്നു ഇവർ രണ്ടുപേരും. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും സീസൺ 5 മാരാർ ഓടിപ്പോയി കെട്ടിപ്പിടിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള മൊമെന്റ്സ് കാണാനായിട്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. അതും അത്രയും കിടലിനൊരു ടാസ്ക് കൊടുക്കുവാണെങ്കിൽ വേണ്ടില്ല, ചുമ്മാ ഒരു സാധനം, ഒരു പസിലിന്റെയും പിന്നെ നാരങ്ങ സ്പൂൺ അങ്ങനെ എന്തൊരു ടാസ്ക് കൊടുത്ത് അവരവിടെ നിർത്തിയിരിക്കുകയായിരുന്നു. അനീഷക്ക് ഇത്രയും ബ്രേക്ക് ഡൗൺ ആവുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അത്രയധികം ബ്രേക്ക് ഡൗൺ ആയി. അപ്പൊ ഓക്കെ, ഷാനവാസിന്റെ ഭാര്യ സുഹാനയും പിന്നെ മോള് നസ്നിയുമാണ് ആദ്യം വന്നത്. പിന്നീടാണ് അനീഷിന്റെ അനിയൻ അബീഷും അമ്മയും കൂടി വന്നത്. കിഡിലെ മൊമെന്റുകളായിരുന്നു കേട്ടോ, അതിഗംഭീരമായിരുന്നു. ഇവര് 4 പേരും അതിഗംഭീരമാണ്. കുഞ്ഞുകുട്ടി നസ്മി ക്യൂട്ട് കുട്ടിയാണ് കേട്ടോ. കുട്ടിക്ക് നെവിനെയാണ് ഏറ്റവും ഇഷ്ടം. പിന്നെ അനീഷിന്റെ അമ്മയ്ക്ക് നെവിനെയാണ് ഇഷ്ടം. അപ്പൊ ഇവർ രണ്ടുപേരും കൂടി സൈഡ് ഹഗ് ചെയ്ത് കെട്ടിപ്പിടിച്ച് നിന്നിട്ടാണ് ഇതെല്ലാം, ഇവരുടെ ഈ ഒരു മൊമെന്റുകളെല്ലാം ആക്ടിവിറ്റി ഏരിയയിൽ നിന്ന് കണ്ടുകൊണ്ടിരുന്നത്. പിന്നീടാണല്ലോ ഇവർ പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇവരവിടെ നിന്ന് വീട്ടുകാർ സ്വീകരിക്കുന്നതും ഒക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. ആക്ടിവിറ്റി ഏരിയയിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഷാനവാസ് ഇപ്പൊ കുറച്ചു മുമ്പ് ലൈവിൽ പറയുന്നത് മരുഭൂമിയിൽ മഴ പെയ്തതുപോലെ ഉണ്ടായിരുന്നു. കറക്റ്റാണ്, എല്ലാ രീതിയിലും അത് അങ്ങനെ തന്നെയായിരുന്നു. കഴിഞ്ഞ ആഴ്ചക്ക് എന്ത് അലമ്പായിരുന്നു തുടക്കത്തിൽ തന്നെ. ഫുഡ് കൊണ്ടുള്ള ഒരു മഹോത്സവമാണ് ഇന്ന് ഇവരുടെ ഫാമിലി വന്നിട്ട് തീർത്തത് ഹൗസിനകത്ത്. ഉന്നക്കായ, അച്ചാറ്, അത് ഇതെന്നൊക്കെ പറഞ്ഞ് എനിക്ക് തോന്നുന്നു മലപ്പുറത്തും തൃശ്ശൂരും കിട്ടുന്ന സകലമാന ഐറ്റംസ് ഇവർ അതിനകത്ത് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ വിശദാംശങ്ങളുമായിട്ട് നമുക്ക് വരാം. ആദ്യം റെക്കോർഡിംഗ് ഒക്കെ ഒന്ന് കണ്ടു തീർക്കട്ടെ. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം. ഇപ്പൊ നോമിനേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.